ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഡോർമാറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ളൊരു ഡോർമാറ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ടീഷർട്ടുകളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഴയ ടീഷർട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ട്രൗസേഴ്സ്, അതുപോലെ ട്രാക്ക് പാൻറ്റ് എല്ലാം എടുക്കുക. ബനിയൻ സ്ട്രെച്ചിലുള്ള മെറ്റീരിയൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇങ്ങനത്തെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കോളറുള്ള നെക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇതുപോലത്തെ ടീഷർട്ടുകളൊക്കെ കളയുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് പിന്നെ ഈ ഡോർമാറ്റ്സ് ഒന്നും പിന്നെ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരില്ല. ഞാനിവിടെ ഇതുപോലെ പഴയ ഡ്രസ്സുകളൊക്കെ ഡോർമാറ്റായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. കുറേ നാൾ യൂസ് ചെയ്താൽ പിന്നെ നമുക്കത് കളയുകയും ചെയ്യാമല്ലോ. വാഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പവും വരില്ല. ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ എത്ര ഡോർമാറ്റ് ഉണ്ടെങ്കിലും മതിയാവില്ല. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത്ത് നോക്കണ്ട, കാരണം നമുക്ക് ലെങ്ത്ത് കിട്ടിയില്ലെങ്കിൽ യോജിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുള്ള് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. വീട്ടിലുള്ള പഴയ ഡ്രസ്സുകൾ വെച്ചിട്ട് നമുക്ക് 10 പൈസ ചിലവില്ലാണ്ട് ഡോർമാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിന് മുന്നേ ഡോർമാറ്റിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ടീഷർട്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 കളറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിയിൽ ഞാൻ ഒരു പാൻറ്റിൻ്റെ പീസാണ് വെച്ചെടുക്കുന്നത്. ജീൻസ് കട്ട് ചെയ്തെടുത്തതാണ്. സ്ലിപ്പാവാത്ത ഏത് തുണി വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 25.5 ഇഞ്ചാണ്. വീതി എടുത്തിരിക്കുന്നത് 23 ഇഞ്ചാണ്. നീളവും വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ. ഇതിൻ്റെ 4 സൈഡും ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഓരോ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈൻ വരച്ചിട്ട് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ലൈൻ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ടീഷർട്ട് കട്ട് ചെയ്തെടുത്ത പീസ് ഇതാ ഇതുപോലെ 2 ആക്കിയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ എൻഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. എക്സ്ട്രാ നിൽക്കുന്ന ഈ പീസ് കട്ട് ചെയ്ത് കളയാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അടുത്ത ലെയർ വയ്ക്കുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കണം. 1 ഇഞ്ചിൻ്റെയെങ്കിലും ഒരു ഗ്യാപ്പ് ഈ പീസ് നമുക്ക് കാണണം. ലാസ്റ്റാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഒരു ഡോർമാറ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. രണ്ടാമത്തെ ലെയറും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. വേറെ കളറുകൾ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3-4 ലെയർ സെയിം കളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ പീസൊക്കെ ആണെങ്കിൽ ഇതുപോലെ വരുമ്പോൾ വേറൊരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് മുകളിലൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാണ്ട് എല്ലാ പീസും ഇങ്ങനെ യോജിപ്പിച്ച് സമയം കളയൊന്നും വേണ്ട. അപ്പോൾ 4 ലെയർ ഞാൻ ഈ ഒരു കളറ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ എൻഡ് ഭാഗത്തും പച്ച കളർ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും ഒരേപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രം. ഇതേ രീതിയിൽ തന്നെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതായപ്പോൾ ഡോർമാറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് സെൻറ്റർ ഭാഗമാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം രണ്ട് സൈഡിൽ നിന്നും തയ്ച്ച് കൊണ്ടുവരാൻ. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എടുത്തിട്ട് റോങ് സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിത് അകവും പുറം മറിച്ചെടുക്കണം. നമുക്കിനി ഇത് അകവും പുറം മറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂചി നൂല് എടുത്തിട്ടുണ്ട്. ഒന്ന് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൂചി ഉള്ളിലേക്ക് ആക്കിയിട്ട് മറിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ടിത് നടുവിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഈ രണ്ട് സൈഡിലെയും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ സെൻറ്ററിലെ പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡ് പൈപ്പിംഗ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. ഈ ഒരു സൈഡിൽ പൈപ്പിംഗ് വെക്കണ്ട, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഫോൾഡ് ചെയ്ത പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് അറ്റത്തും. പിന്നെ ബേസായിട്ട് വെച്ചിട്ടുള്ളതും മടക്കി അടിച്ചിട്ടുണ്ട്. ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ ഭാഗങ്ങൾ നിൽക്കുന്നിടത്ത് മാത്രം പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. ഇതാപ്പോൾ ഡോർമാറ്റ് പൈപ്പിംഗ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. തയ്യലുമ്പോൾ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ നമ്മൾ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള ബേസും കട്ടായി പോകരുത്. നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടുള്ള പീസ് വരെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മോഡലിലുള്ള ഡോർമാറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഡിഫറൻസിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. തയ്ച്ചെടുക്കാൻ ഒരു പണിയില്ല കേട്ടോ. ഈ ഒരു കട്ടിങ്ങിന് മാത്രമേ ഇത്തിരി സമയം എടുക്കുള്ളൂ. അത് വീട്ടിലാരെങ്കിലും ഹെൽപ്പിന് വിളിച്ചാൽ മതി. എനിക്കിപ്പോൾ അത് 3/4 ഭാഗം കട്ട് ചെയ്ത് തന്നത് എൻ്റെ മോളാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.